ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ആദ്യമായി ലെൻസ്വെഡിൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഇവിടെ വന്നു നിന്നുകൊണ്ട് നിങ്ങളോട് സംവദിക്കുവാനും നിങ്ങളോടൊപ്പം സഹകരിക്കുവാനും വേദി ഒരുക്കുന്ന ലെൻസ്വെഡിൻ്റെ ഇടുക്കി ജില്ലാ ഭാരവാഹികളോടും അതോടൊപ്പം തന്നെ ലെൻസ്വെഡിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ജിതിൻ സാറിനോടും വിനോദ് സാറിനോടും അനിൽകുമാർ സാറിനോടും ഒക്കെ നന്ദിയും കടപ്പാടും ഇവിടെ വെച്ച് അറിയിക്കുകയാണ്. വളരെ പരിമിതമായ ഈ ഒരു ടൈം സ്ലോട്ടിൽ പ്രീ ഷെഡ്യൂൾ ആയിട്ടുള്ള ഒരു കൺവെൻഷൻ വേദിയിൽ ഞങ്ങൾക്ക് ലഭിച്ച ടൈം സ്ലോട്ടിൽ നിങ്ങളോട് 2 വാക്കുകൊണ്ട് കിലോബ് സാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് രാഗിൽ എന്നാണ്. ഞാൻ യൂറോടെക് പോളിമേഴ്സ് എന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കിലോബ് സാറിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കിലോബ് സാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 26 വർഷമായി ഇന്ത്യക്കകത്ത് പുറത്തും ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ തന്നെ കിച്ചൺ സാനിറ്ററീസും ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ എക്കണോമിക് ചെയിൻ സ്റ്റോറുകളാണ്. യൂറോടെക് പോളിമേഴ്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതിന്റെ ചെയിൻ ഷോറൂമുകളായിട്ടാണ് കിലോബ് സാറുകൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2023 ഞങ്ങൾ ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2023 ഈ പ്രോജക്റ്റ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 2024 അവസാന ഡിസംബറിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന 19 ഷോറൂമുകളും ഇനി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന 6 ഷോറൂമുകളും അടക്കം 25 ഷോറൂമുകൾ എന്ന ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റിലേക്ക് ഇതിവിടെ അവസാനിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് കേരളത്തിനകത്തെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്കകത്ത് ഏതൊരു സാധാരണക്കാരന് ലഭ്യമാകുന്ന രീതിയിലേക്ക് ഏറ്റവും നല്ല വില കുറവിൽ ഗ്യാരണ്ടി വാറണ്ടി സർവീസോടുകൂടി ഏറ്റവും നല്ല ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ സാനിറ്ററീസും കേരളത്തിലെ മുഴുവൻ കൺസ്ട്രക്ഷൻ മേഖലയ്ക്കകത്തും എത്തിക്കാൻ കഴിയുന്ന വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഇടുക്കിയിലെ കൺവെൻഷൻ വേദിക്കകത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഡ്രീം പ്രോജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇനി വരുന്ന 2026 കഴിയുന്ന വേളയിലേക്ക് കേരളത്തിനകത്തെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരും 20 കിലോമീറ്റർ ചുറ്റളവിൽ സന്ദർശിച്ചാൽ ഒരു കിലോബ് സാർ ഷോറൂം എന്ന വലിയ സ്വപ്നത്തിലേക്ക് ഞങ്ങൾ ഇവിടെ മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കിലോബ് സാറിനെ പറ്റി ഒരു ബ്രീഫിംഗ് നടത്തി തരാം. കിലോബ് സാർ ആ പേരിൽ തന്നെയുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. അതായത് ഞങ്ങളിവിടെ ബാത്റൂം ഫിറ്റിംഗ്സ് ഇവിടെ വിപണനം ചെയ്യുന്നത്, കിച്ചൺ സാനിറ്ററീസ് വിപണനം ചെയ്യുന്നത് ഗ്രാം വ്യവസ്ഥയിലാണ്. അതായത് തൂക്കത്തിനനുസരിച്ചാണ്. എങ്ങനെയാണ് തൂക്കത്തിനനുസരിച്ച് ഇങ്ങനെ വിൽക്കുമ്പോൾ ഞങ്ങൾക്കത് സാധ്യമാകുന്നത്? അല്ലെങ്കിൽ ഈ ഇത്തരം മേഖലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ആദ്യമായിട്ടാണ് വർക്കാവുന്നത്. എങ്ങനെയാണ് വർക്കാവുന്നത് എന്ന് നോക്കാം. കാരണം മറ്റെല്ലാവരെയും പോലെ ഞങ്ങളുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് തൂക്കത്തിനാണ്. അതായത് ബ്രാസും സ്റ്റെയിൻലെസ് സ്റ്റീലും തൂക്കത്തിന് കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഫാക്ടറികൾ വഴി ഞങ്ങളുടെ പ്രൊഡക്റ്റുകളാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ MRPയിലേക്ക് അല്ലെങ്കിൽ ഒരു പീസിന് ഇന്ന റേറ്റ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ MRPയിലേക്ക് കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് അതേ തൂക്കത്തിനെയാണ് വിൽക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന് കൈരള TMT കാര്യങ്ങളൊക്കെ, കൈരളയല്ല TMT കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ TMTയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കമ്പിയും അവരുടെ റോ മെറ്റീരിയൽസും ഒക്കെ കളക്ട് ചെയ്യുന്നത് ഇതേ തൂക്കത്തിന് തന്നെയാണ്. അങ്ങനെ അതേ തൂക്കത്തിന് തന്നെ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിങ്ങുകളും സ്ക്വയറുകളും ആക്കി നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ പെർ പീസിനല്ല, അവർ അതേ ഗ്രാമിന് തന്നെയാണ് അതേ തൂക്കം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഒരു ആണിയുടെ കാര്യം എടുത്ത് നോക്കുക. ഇവരുടെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒക്കെ തൂക്കത്തിനാണ്. അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നതും തൂക്കത്തിന് തന്നെയാണ്. അതേ സിമ്പിൾ രീതിയിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ സിസ്റ്റം കൊണ്ട് നടക്കുന്നത്. ഇനി ഈ തൂക്കത്തിന് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. ഏതൊരു സാധാരണക്കാരൻ ഉണ്ടാവുന്ന കുറച്ച് സംശയങ്ങളാണ് അതിന്റെ ഗ്യാരണ്ടിയെ പറ്റി, വാറണ്ടിയെ പറ്റി, അല്ലെങ്കിൽ ഇതിന്റെ ഗുണമേന്മയെ പറ്റി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗുണമേന്മയെ പറ്റി. അവിടെ നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്, കേരളത്തിനകത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 19 ഷോറൂമുകളിലും ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഏതൊരു മെറ്റീരിയൽസും ഏതൊരു പ്രോഡക്റ്റും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം മുതൽ 7 വർഷം വരെ ഗ്യാരണ്ടി വാറണ്ടി സർവീസോട് കൂടി തന്നെയാണ് ഞങ്ങളവിടെ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഞങ്ങളുടെ കസ്റ്റമർ നിങ്ങൾ ആരെങ്കിലും വന്നുകൊണ്ട് ഒരു ടോയ്ലറ്റിൽ ആവശ്യമായിട്ടുള്ള ക്ലോസറ്റോ അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് അതുപോലെ തന്നെ വാഷ് ബേസിനുകളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനെന്തെങ്കിലും കംപ്ലൈന്റുകൾ ഇൻ കേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞങ്ങൾ നൽകുന്നത്, എന്താണ് ഒരു ഗ്യാരണ്ടി നൽകുന്നതെന്ന് പറയുമ്പോൾ ഇതേ ഗ്യാരണ്ടിയോടും ഇതേ വാറണ്ടിയോടും ഒപ്പം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ തന്നെയുള്ള സർവീസ് സെന്ററുകൾ, കസ്റ്റമർ കെയർ സർവീസ് സെന്ററുകൾ ഞങ്ങൾ കേരളത്തിൽ ഇതിന് ചുറ്റപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ക്വാളിറ്റിയെ പറ്റി യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് മുമ്പിലാകെ വരാൻ പോകുന്നില്ല എന്നാണ് സാരം. ഇനി എങ്ങനെയാണ് ഈ വില കുറവ് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? ഞങ്ങളോട് വിൽക്കുന്നത് 40-50% വില കുറവിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഞങ്ങൾക്ക് അത് സാധ്യമാകുന്നത്? മറ്റുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് സെയിൽ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാർക്കറ്റിംഗ് സ്റ്റാഫാണ്. ഈ മാർക്കറ്റിംഗ് സ്റ്റാഫിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്കും സാധാരണക്കാർക്കും മനസ്സിലാകാൻ വേണ്ടി കഴിയും, നമ്മുടെ ഈ
ചുറ്റുവട്ടത്തിൽ ലഭിക്കുന്ന ഏതൊരു വസ്തുവും നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ പല രീതിയിലേക്കുള്ള ഇടനിലക്കാരുടെ ലാഭം എടുത്തുകൊണ്ടായിരിക്കും. ഒരു സ്റ്റോക്കിസ്റ്റും ഡീലറും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ ഹോൾസെയിലറും അടക്കമുള്ള പല ലാഭം അവിടേക്ക് എടുത്തുകൊണ്ടാണ് ഏതൊരു വസ്തുവും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടഫ്ലോൺ ടൈപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപയാണ് ബൾക്കായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി വരുന്നൊരു കോസ്റ്റ്. അത് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ 3 രൂപയിൽ നിന്നും കൺവേർട്ട് ചെയ്തുകൊണ്ട് 10ലേക്കും 15ലേക്കും എത്തുന്നു. അങ്ങനെ 10ലേക്കും 15ലേക്കും ഒരു ടഫ്ലോൺ ടൈപ്പ് മാറുമ്പോൾ എങ്ങനെയാണ് അത് അങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറയുമ്പോൾ ചെറിയ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇടനിലക്കാരുടെ ലാഭമാണ്, ബ്രാൻഡിങ് കോസ്റ്റ് ആണ്. ഇത് രണ്ടുമാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. കാരണം കിലോ ബസാറിന്റെ ബേസ് ആയിട്ടുള്ള യൂറോടെക് പോളിമേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് 23ഓളം വരുന്ന ഫാക്ടറീസ് ഇന്ത്യക്കകത്ത് പുറത്തുണ്ട്. അതിൽ ഞങ്ങളുടേതായിട്ടുണ്ട്, അതുപോലെ തന്നെ OEM ചെയ്യുന്നതുണ്ട്. ആ ഫാക്ടറികൾ വഴി ഞങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ വസ്തുക്കൾ നമ്മുടെ ചാനലുകൾ വഴി ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് സെയിൽ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇടനിലക്കാർക്ക് ലാഭം കൊടുക്കേണ്ടതില്ല. മാത്രമല്ല അതിന് ബ്രാൻഡിംഗ് കോസ്റ്റ് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചാനലുകളുണ്ട്. ഞങ്ങൾ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറീസിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആ രീതി ഇവിടെ ഇപ്പോൾ കിലോ ബസാർ ആദ്യമായിട്ടാണ് അവലംബിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടായിരിക്കും, മറ്റേത് കമ്പനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? പറ്റും. ഏതൊരു കമ്പനിക്കും കിലോ ബസാർ ചെയ്യുന്നത് പോലെ യൂറോടെക് ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി കഴിയും. ഡയറക്റ്റ് ആയിട്ട് ഇടനിലക്കാരില്ലാതെ സ്വന്തമായി ഫാക്ടറികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ നമ്മുടെ ഇടനിലക്കാരില്ലാതെ അതേ ചാനലിലൂടെ സ്വന്തമായിട്ടുള്ള ചാനലുകളിലൂടെ വിൽക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുവോ അവർക്ക് എല്ലാവർക്കും സാധ്യമാകാൻ വേണ്ടി പറ്റും. ഇതിപ്പോ കേരളത്തിൽ ചെയ്യുന്നത് ഞങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഇന്ത്യയിലും ഏകദേശം കിലോ ബസാർ മാത്രമാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് തൂക്കത്തിനനുസരിച്ച് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് അവലംബിച്ചിട്ടുള്ളത്. ഇനി പക്ഷേ ഞങ്ങൾ അനുകരിച്ച് പലരും വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇപ്പോ ലെൻസ്ബെഡിന്റെ ഇടുക്കി കൺവെൻഷനാണ് ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അഭിമാനത്തോടുകൂടി പറയട്ടെ, കേരളത്തിനകത്തെ 14 ലെൻസ്ബെഡിന്റെ ജില്ലാ കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾ കിലോ ബസാർ ഇപ്പോൾ ഏറ്റവും അവസാനം ഇടുക്കിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 14 കൺവെൻഷനുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനി ഒരു സംഘടനയെ സ്പോൺസർ ചെയ്യുന്നു എന്ന രീതിയിലേക്കായിരുന്നു ഞങ്ങൾ നോക്കി കണ്ടത്. പക്ഷേ ഈ 14 കൺവെൻഷനുകൾക്കകത്ത് നിന്നും ലെൻസ്ബെഡിനെ അറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അഭിമാനത്തോടുകൂടി കഴിഞ്ഞ സമ്മേളനങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് നമ്മുടെ മന്ത്രിയായിട്ടുള്ള കെ രാജൻ സംസാരിച്ച വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കേരളത്തിനകത്തെ ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം നടന്നുപോയ വയനാട് ദുരന്തത്തിലടക്കം നമ്മൾ വഹിച്ചിട്ടുള്ള പങ്ക്, അതായത് ലെൻസ്ബെഡ് വഹിച്ചിട്ടുള്ള പങ്ക്, അതുപോലെ തന്നെ കേരളത്തിനകത്തെ ഈ കൺസ്ട്രക്ഷൻ മേഖലയ്ക്കകത്ത് ലെൻസ്ബെഡിന് നടത്തിയിട്ടുള്ള സംഭാവനകൾ, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമർപ്പിച്ച നിർദ്ദേശങ്ങളെല്ലാം കേരള സർക്കാർ ഏറ്റവും അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കയ്യടിയോട് കൂടിയാണ് ലെൻസ്ബെഡിനെ സംസ്ഥാന സർക്കാർ അഭിനന്ദിച്ചത്. ഇപ്പോ അതേ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോ മന്ത്രി സംസാരിച്ചതും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. റോഷി അഗസ്റ്റിൻ സംസാരിച്ചതും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അഭിമാനപൂർവ്വം കേരളത്തിനകത്തെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുവാനും ആ എടുപ്പിച്ച തീരുമാനങ്ങളെ തിരുത്തിക്കുവാനും കഴിയുന്ന ഏറ്റവും നല്ല സംഘടനയായി മാറുവാൻ ലെൻസ്ബെഡിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സ്പോൺസർ എന്ന നിലയ്ക്ക് ഞങ്ങളും നല്ലതുപോലെ തന്നെ നോക്കി കാണുകയാണ്. ഈ ഇടുക്കി അധികമായിട്ട് സംസാരിക്കുന്നില്ല. ഇടുക്കി ജില്ലാ കൺവെൻഷന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് കട്ടപ്പനയിലാണ് ഷോറൂം. ആ ഷോറൂമിലേക്ക് എല്ലാവരെയും, എല്ലാ ലെൻസ്ബെഡിന്റെ കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ഞങ്ങൾ കിലോ ബസാർ തയ്യാറാക്കിയിട്ടുള്ള ഞങ്ങളുടെ തന്നെ സ്റ്റാളുകളിലേക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് വിസിറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ക്വാണ്ടിറ്റിയെ പറ്റി സംസാരിക്കുവാനും അറിയാനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഹിന്ദ്. Thank you, sir. Let me now call upon Agustin Joseph, sir.